എന്തുകൊണ്ടാണ് ഈ ഫൂളായ എന്നെ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനികളെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എന്തിനാ ഈ കുതിരയും ആനയും ഒന്നും തിരഞ്ഞെടുക്കാതെ ഒരു രാജകീയ യാത്ര നടത്താൻ, ദേവാലയത്തിലേക്ക് ഓശന്ന ദിവസം യാത്ര നടത്താൻ ഒരു കഴുതയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത കഴുത എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇതുവരെ അതിന്റെ മുകളിൽ കയറാൻ തോന്നിയിട്ടില്ല. അത്രയ്ക്കും അൺഅട്രാക്റ്റീവായിട്ടുള്ള, ഒന്നും ഡിസൈറബിൾ ആയിട്ട് ഒന്നുമില്ലാത്ത ഒരു കഴുത. അവൻ രാജാതി രാജാവല്ലേ, അവൻ ഒരുപക്ഷെ യൂറോപ്യൻ രാജാക്കന്മാരെ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ രാജാക്കന്മാരെ പോലെ, അലക്സാണ്ടറെ പോലെയോ മറ്റുള്ള രാജാക്കന്മാരെ പോലെ ആയിരുന്നെങ്കിൽ അവനൊരു കുതിരയെ തിരഞ്ഞെടുക്കണമായിരുന്നു. പൗരസ്ത്യരായ രാജാക്കന്മാരെ പോലെ ആയിരുന്നു അവൻ ചിന്തിച്ചതെങ്കിൽ അവനൊരു ആനയെ തിരഞ്ഞെടുക്കണമായിരുന്നു. ഇനി മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജാവിനെ പോലെ ആയിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ഒട്ടകത്തെങ്കിലും തിരഞ്ഞെടുക്കണമായിരുന്നു. പക്ഷേ ഒരു രാജാവ് ഒരിക്കലും കയറാൻ ഇഷ്ടപ്പെടാത്തതായ ഒരു കഴുതയാണ് അവൻ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റൊന്നുമല്ല, കഴുതയാകുമ്പോൾ മാനമര്യാദയ്ക്ക് അവൻ പറയുന്നിടത്തോളം നടന്നോളും. കുതിരയുടെ പുറത്തോളം കയറിയ ഉടനെ കുതിര പറയും, അതെ യേശുവേ, ഞാൻ ഇന്നാളിലൊരു രാജാവിന്റെ മുകളിൽ കയറുന്നു, പക്ഷെ ഈ വഴിയല്ല പോയത് കേട്ടോ, നമുക്ക് ഈ വഴിയാ പോകാം കേട്ടോ, ഈ വഴി അത്ര, നീ കൊണ്ടുപോകുന്ന വഴി അത്ര നല്ല വഴിയല്ല, അതിനേക്കാളും നല്ല വഴിയെ ഞാൻ കൊണ്ടുപോകാന്ന് പറയും. ഒരു കുതിരയെ തെളിയിക്കാൻ പ്രയാസമാണ്. കാര്യം അത് പല വഴിയിലൂടെ പല പ്രാവശ്യം പല ജ്ഞാനികളായ ആളുകൾ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കഴുതയാകുമ്പോൾ ആരും കയറിയിട്ടില്ലാത്ത കഴുതയാണ്, പറയുന്നത് അതുപോലെ അനുസരിച്ചോളും. ഒരു വിഡ്ഢി, പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു വിഡ്ഢിയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ ആം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. അതാ പോൾ പറയുന്നത്, നമ്മൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. FFCS, നമ്മുടെയൊക്കെ ഡിഗ്രിയുടെ കൂട്ടത്തിൽ അതുകൊണ്ടൊന്ന് എഴുതി വെച്ചാൽ കൊള്ളാം. ഐ എം എൻ FFCS. എന്താണ്? ഐ എം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. അല്ലേ? അപ്പോൾ ബുദ്ധിമാന്മാരായ ആളുകൾ വളരെ കുറവുള്ള സഭയെ നോക്കി ആളുകളൊക്കെ പോളിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ പൗലോസേ, നീ എന്തിനാ ഈ വിദ്യാഭ്യാസമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, നിന്നെക്കുറിച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നീ തെർസോസിലെ കിലിക്കയിലെ നല്ല എന്താണ് ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന റോമൻ സിറ്റിസൺഷിപ്പ് നിനക്ക് പൈതൃകമായിട്ട് ലഭിച്ചു. അങ്ങനെ എന്താണ് ധനിക പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസപരമായി ആരെയും വെല്ലത്തക്ക രീതിയിലുള്ള ശക്തിയുള്ള ഒരു മനുഷ്യൻ, അത് തന്നെയല്ല ലോയിലും എല്ലാം ഇത്രയും കഴിവുള്ള നീ, നിനക്ക് ലജ്ജയില്ലേ ഈ സുവിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ? ഇതൊക്കെ പാവങ്ങളുടെയും കഴിവില്ലാത്തവരുടെയും വിഡ്ഢികളുടെയും ഒക്കെ ഒരു റിലിജൻ അല്ലേ? വൈ യു ആർ ആഫ്റ്റർ ദിസ് തിങ്? Why can't you just come out of it? Are you not ashamed of gospel? അതിനുള്ള മറുപടിയാണ് പോൾ പറയുന്നത്, ഐ എം നോട്ട് ashamed of gospel. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഞാനിതിനാ ലജ്ജിക്കുന്നത്? സഭയിൽ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്റെ ഭൂമിയിലെ ആഗമനത്തെക്കുറിച്ച് കഫർന്നഹൂമിലെ അവൻ ചെന്ന ദേവാലയത്തിൽ അവൻ യെശയ്യാപ്രവാചകന്റെ വേദപുസ്തകത്തിൽ യെശയ്യാപ്രവാചകന്റെ പ്രവചന ഭാഗം വായിച്ചിട്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് 4-ാമത്തെ അധ്യായത്തിൽ അവൻ വായിക്കുമ്പോൾ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ, എന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ആരൊക്കെയാണ് കർത്താവ് ഡീൽ ചെയ്യുന്ന ആളുകൾ എന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ ആരുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഇല്ലേ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും ഡൗൺ ട്രോഡനായിട്ടുള്ള ആളുകളിലേക്കാണ് പിതാവ് എന്നെ അയച്ചതെന്നാണ് കർത്താവ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഇനി അവർക്ക് മതി യേശുവിനെ, വേറെ ആളുകൾക്ക് യേശുവിനെ വേണമെന്നില്ല. ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ച് ആളുകളെ പറഞ്ഞു വിടുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്താ നിങ്ങൾ ചെന്നിട്ട് എന്ത് പറയണം?
കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പി. നോക്ക്, യേശു ഡീൽ ചെയ്യുന്ന ആളുകളാണ്. എന്ത്? കുരുടര്, മുടന്തര്, കുഷ്ഠരോഗികള്, ചെകിടര്, മരിച്ചവര്, ദരിദ്രര്. ഇതിനകത്തൊന്നും ധനികരും രാജാക്കന്മാരുമായ ആളുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്നില്ല. വായി രാജാക്കന്മാരൊന്നും അല്ല അവന്റെ അടുത്ത് ചെന്നത്. അവന്റെ അടുത്ത് ചെല്ലുന്നവരെയാണ് അവൻ സൗഖ്യമാക്കുന്നത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക്, സൗഖ്യമുള്ളവർക്കെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റാണ്, സൗഖ്യമുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അവർ വൈദ്യന്റെ അടുത്ത് ചെല്ലുന്നില്ല. ദീനക്കാരനാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ ഇറങ്ങിച്ചെല്ലാനായിട്ട്, യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തയ്യാറാകുന്നത്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലുടനീളം നമ്മളെപ്പം നോക്കിയാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സഭ ഈ ദരിദ്രരായ ആളുകളുടെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്. അവരെയാണ്, അവർ പാവപ്പെട്ടവരാണ്, ശരിയാണ്. പക്ഷെ അവരാണ് വിശ്വസിച്ചത്. വിശ്വസിക്കുന്ന ഏവനും, വിശ്വസിച്ചാൽ ആർക്കും ദരിദ്രനാകണം നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, ധനികനാരും വരരുതെന്നല്ല, രാജാക്കന്മാർ വരരുതെന്നല്ല. പക്ഷെ രാജാവ് വന്നാലും ആര് വന്നാലും, ധനികൻ വന്നാലും ദരിദ്രൻ വന്നാലും പണക്കാരൻ വന്നാലും ജ്ഞാനി വന്നാലും ആര് വന്നാലും വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് വരുന്നവനെ മാത്രമേ കർത്താവിന് രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ സഭയിൽ എത്ര വലിയ ആൾ വന്നാലും വലിയ ആളെന്ന് ലോകം, അതുകൊണ്ടാണ് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. ജ്ഞാനികൾ വന്നോട്ടെ, നമുക്കൊരു പ്രയാസമില്ല. പക്ഷേ ഏത് ജ്ഞാനി വന്നാലും വിശ്വസിച്ച് സഭയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വ്യത്യാസമൊന്നുമില്ല. സഭയിൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ വന്നതാണ് വാസ്തവത്തിലുണ്ടായ വലിയൊരു പ്രശ്നം. നമുക്കൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, കർത്താവേ ഞങ്ങളുടെ സഭയിൽ ഉന്നതന്മാരായ ആളുകളെ അയക്കണമേ, IAS അയക്കണമേ, IPS അയക്കണമേ, ചീഫ് സെക്രട്ടറി അയക്കണമേ. എന്തിനാ? ചീഫ് സെക്രട്ടറി വന്നോട്ടെ, വന്ന് പുറകിരുന്നോണം, ഇവിടെ സ്റ്റേജ് കയറ്റി എടുത്തരുത്. അവൻ വിശ്വാസത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ. നമ്മളെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത് വരെ എല്ലാവർക്കും സഭയുടെ പുറകിലാ സ്ഥാനം, പുറകിലെ ആകാവും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലേ? ആരും വന്നോട്ടെ, ആര് വന്നാലും വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാണ്. ദൈവശക്തിയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പോൾ പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സഭ പാവപ്പെട്ടവരുടേതാണെന്നാണോ നിങ്ങളുടെ പരാതി? ആന്നു, ഒരു കുഴപ്പമില്ല. അവരെ ദൈവം രക്ഷിച്ചു, കാര്യം അവര് വിശ്വസിച്ചു. അവർ വിശ്വസിച്ചപ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ അവര് രക്ഷ പ്രാപിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പണക്കാരനും വേറെ മാർഗമൊന്നുമില്ല, രക്ഷിക്കപ്പെടുവാൻ വേറെ മാർഗമൊന്നും ഇല്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. രക്ഷയ്ക്കായി വേറെ ഒരു ദൈവശക്തിയുമില്ല, രക്ഷയ്ക്കായി വേറൊരു ശക്തിയില്ല. എന്തേ ഉള്ളൂ? സുവിശേഷം. അതുകൊണ്ടാണ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്. ഇത് ധനികനെയും പാവപ്പെട്ടവനെയും എല്ലാവരെയും രക്ഷിക്കുവാൻ. സഭ ഇന്ന് പാവപ്പെട്ടവരെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം, അവർ വിശ്വസിച്ച് ഒരു രക്ഷ പ്രാപിച്ചു. നിനക്ക് രക്ഷ വേണോ? വേറെ മാർഗമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി ദ ഗോസ്പൽ, വേറെ ഒന്നുമില്ല. രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തി. ആദ്യം യഹൂദനും പിന്നെ യവനെന്ന് പറയാൻ കാര്യം, രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന ആളുകളാണ്. ഗ്രീക്സ് were the most anti-Jewish people in those days. യഹൂദൻ തൊട്ട് യവനൻ വരെ എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യം യഹൂദനും പിന്നെ യവനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ളവർക്കില്ലെന്നല്ല അതിന്റെ അർത്ഥം. യഹൂദൻ മുതൽ യവനൻ വരെ ലോകത്തിൽ ആരൊക്കെ ഉണ്ടോ മുഴുവൻ ആളുകൾക്കും സുവിശേഷം മാത്രമാണ് രക്ഷാമാർഗം. വേറെ ഒരു രക്ഷാമാർഗവുമില്ല, വേറെ ഒന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. ഇതാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാൻ എനിക്ക് പ്രേരണയാകുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഒറ്റമൂലി അറിയാവുന്ന ഒരാൾ അതിനെക്കുറിച്ച് ലജ്ജിക്കുമോ ഒരിക്കലെങ്കിലും? ഇപ്പൊ ഇവിടെ ഡെങ്കി ഫീവറിന് ഞാനൊരു ഒറ്റമൂലി കണ്ടുപിടിച്ചു, ഞാൻ ഇങ്ങനെ ലജ്ജിച്ച് ഇങ്ങനെയാണോ നടക്കുന്നത്? ഇല്ല. ഡെങ്കി ഫീവറിന് ഞാൻ ഒറ്റമൂലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? എനിക്ക് അഭിമാനമാണ്. ഞാൻ കണ്ടുപിടിച്ച ഈ ഒറ്റമൂലിയെക്കുറിച്ച് എനിക്ക് എന്തുണ്ടാകും? എനിക്ക് ലജ്ജ ഉണ്ടാകത്തില്ല ഒരിക്കലും. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ദ പവർ ടു സേവ് മെനി പീപ്പിൾ ഫ്രം ദർ ഡിസീസ്. ക്യാൻസറിന് ഞാൻ ഒറ്റമൂലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ലജ്ജിച്ചോണ്ട് നടക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ നിത്യ നരകത്തിലോട്ട് പോകുന്ന മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒറ്റമൂലിയാണ് സുവിശേഷം. വേറെ ഒന്നുമില്ല.
രക്ഷയ്ക്കായി വേറെ ഒന്നുമില്ല. ഇത് പറയുമ്പോഴത്തേക്ക് ആളുകൾ പറയും ഇയാളൊരു ഫാനാറ്റിക്കാണ്, കണ്ടില്ല ഇത്രയും മതങ്ങളുണ്ടായിട്ട് അതിനകത്തൊന്നും രക്ഷയില്ല, ഇയാളുടെ ഇത് മാത്രമേ ഉള്ളെന്ന് പറയുന്നു. ഞാനൊരിക്കൽ ടെലിവിഷനിൽ ഇതേ ഒരു ചോദ്യം ഉണ്ടായതാണ്. ചോദ്യത്തിനകത്ത് ഞാൻ ഒരു ടോക്ക് ഷോയ്ക്കകത്ത് ഇതുപോലൊരു ചോദ്യമാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, നിങ്ങൾക്ക് എന്താ എല്ലായിടത്തും നിങ്ങൾ യേശു നിങ്ങളുടെ ദൈവം, ബാക്കിയുള്ളവരെല്ലാം അവരുടെ ദൈവത്തെ അവർ വിളിക്കുന്നു, എല്ലായിടത്തും രക്ഷയോടെ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം അതല്ലല്ലോ. എനിക്കിപ്പോ വഴക്കുണ്ടാക്കണം നിർബന്ധം ഉണ്ടായിട്ടൊന്നും അല്ല, എല്ലായിടത്തും രക്ഷയുണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം അതല്ല. സത്യം അതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ ഒറ്റ ദൈവം എന്താ ഒറ്റ ഒരാളിലൂടെ മാത്രമേ രക്ഷിക്കത്തുള്ളൂ, അതെന്തോ ദൈവമാണ്? ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ പല പദ്ധതികളും അങ്ങനെയാണ്. നമുക്കെല്ലാം ഭൂമിയിൽ ശ്വസിക്കാനായിട്ട്, നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ലോകത്തിൽ എത്രയോ, അന്തരീക്ഷത്തിൽ എത്രയെത്ര ഗ്യാസസ് ഉണ്ട് അല്ലേ, എത്രയോ ഗ്യാസസ് ഉണ്ട്. എന്നാൽ നമുക്ക് പ്രാണൻ ലഭിക്കാൻ, ജീവൻ ലഭിക്കാനായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പല കാര്യങ്ങളും യുണീക്കാണ്. അത് ഞാൻ അങ്ങോട്ട് ഞാൻ പറയാണെന്ന് വെച്ചു, ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാൻ അവനെ ജീവൻ നൽകുന്ന ഒരേ ഒരു ഗ്യാസ് മാത്രമേ അന്തരീക്ഷത്തിലുള്ളൂ, അത് ഓക്സിജനാണ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ കണ്ടില്ലേ ആ ഫനാറ്റിക് അയാൾ പറയുന്നത്? ആകെ ഒരു ലോകത്തിൽ എത്രയെല്ലാം ഗ്യാസസ് ഉണ്ട്, അന്തരീക്ഷത്തിൽ എന്തെല്ലാം ഗ്യാസസ് ഉണ്ട്, എന്തെല്ലാം കോമ്പിനേഷൻസ് ഉണ്ട്, അതൊന്നും മനുഷ്യന് പ്രാണൻ കൊടുക്കത്തില്ല, ഓക്സിജൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഫനാറ്റിക്, മതഭ്രാന്തൻ എന്നാരെങ്കിലും പറയുമോ? എന്തുകൊണ്ട് പറയത്തില്ല? കാര്യം ആളുകൾക്കറിയാം അതാണ് സത്യം എന്നുള്ളത്. ഇതേപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രാണന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് ഓക്സിജൻ മാത്രമാണെങ്കിൽ, നിത്യജീവന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു രക്ഷാമാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കാൻ എനിക്ക് ഐ ഹാവ് നോ പ്രോബ്ലം, എനിക്ക് വേറൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവുമില്ല എന്ന് പറയാൻ കാര്യം, ഒരു നാമവുമില്ല. അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ആർക്കൊക്കെ? യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക്, എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു. ഞാൻ ആരോടെ കടം വാങ്ങിച്ചിരിക്കുന്നത്? എന്റെ ചോദ്യം, ഞാൻ ആരോടും കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്നു പോലുമില്ല. പിന്നെ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നത് ഞാൻ കടക്കാരൻ? എന്താണ് കടക്കാരൻ? മറ്റൊന്നുമല്ല, ഇവർക്ക് മുഴുവൻ രക്ഷയ്ക്കായിട്ടുള്ള ഒറ്റമൂലി എന്റെ കയ്യിലുണ്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. ഐ എം എ ഡെറ്റർ. പ്രിയമുള്ളവരെ, അത് യവനന്മാർക്കാകട്ടെ ബർബരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രേഞ്ചേഴ്സ് ആണ്. സ്ട്രേഞ്ചേഴ്സ് ഇൻ ദാറ്റ് മീൻസ് the people who are not speaking your language, not living in your culture, അവരാണ് ബർബരന്മാരെന്ന് പറയുന്നത്. ബാർബേറിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥമല്ല, അതിന് ഉപരിയായിട്ട് സ്ട്രേഞ്ചേഴ്സ്, കാട്ടിൽ വസിക്കുന്നവര്. അവരുടെ ഭാഷ എനിക്കറിയത്തില്ല, അവരുടെ കൾച്ചർ എനിക്കറിയത്തില്ല. ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ, ആഫ്രിക്കയിൽ ഞാൻ പല ഭാഷകൾ ഉള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എത്രയോ ഭാഷകൾ. പക്ഷേ നമുക്കൊന്നുമല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൾച്ചറിന്റെ ഒരു സ്വാധീനമെങ്കിലും ഉണ്ട്. ആഫ്രിക്ക നമ്മുടെ കൾച്ചറുമല്ല. അങ്ങനെ കൾച്ചറും ലാംഗ്വേജും എല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള ആ ആളുകളെ അവർക്കും ഞാൻ ആരാണ്? കടക്കാരനാണ്. അവർക്ക് ഞാൻ കടക്കാരനാണെങ്കിൽ എന്റെ അയൽക്കാരന് ഞാൻ എത്ര അധികം. ഹല്ലേലൂയ.